3D ആദ്യമായിട്ടാണ് വരുന്നത്. പബ്ലിക്കിന് എങ്ങനെയാണെന്ന് അറിയില്ല. ഈവൻ 3D എങ്ങനെ സക്സസ് ആകുമെന്ന് പോലും നമ്മൾക്കാർക്കും അറിയില്ല. ഇത്രയേറെ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു ഒന്നും അറിയില്ല. കാരണം അതിന് ടെക്നിക്കൽ ഫെയിലർ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം? ഇതുവരെയായിട്ട് എത്ര പേര് എഴുതാൻ വേണ്ടി ശ്രമിച്ചു വെച്ചു? 13 പേരായി. അപ്പം ജിജോട് പറഞ്ഞു 14ാമത്തെ ഒരാളിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല. ഞാനാണ് കുറേ ഫിലിം കൊണ്ടുവന്നത്. അതെ, ആ കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മളിത് എങ്ങനെയാ സംഭവിക്കുന്നല്ല. ഈ പോളറൈസർ ഫിലിം കുറെ കഴിയുമ്പം അതിൻ്റെ അത് പോളറൈസേഷൻ പോകും. എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിച്ച കണ്ണട ഇപ്പോഴും ഉണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഡിജിറ്റൽ പ്രൊജക്ഷനിൽ നല്ല ഒരു അസാധ്യ 3D എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് ബൊറോസാണ്. ബൊറോസിൻ്റെ ചില പോർഷൻസൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് 3D എഫക്റ്റ്. പി എ ബക്ര ഞാൻ കാണുന്നതിന് മുമ്പ് എനിക്ക് മദ്രാസിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളായിരുന്നു പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമാട്ടോഗ്രാഫർ. പഴയ അദ്ദേഹം കൊച്ചിക്കാരനാണ്. അന്ന് അന്നത്തെ യൂണിറ്റിലൊക്കെ വല്ലാത്തൊരു അടുപ്പാണ്, ഭയങ്കര സ്നേഹവും സൗഹൃദവും. എനിക്ക് ഇന്നും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റും. ഇന്നത്തെ യങ്സ്റ്റേഴ്സൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ബക്ര നിർബന്ധിച്ചിട്ട് ഞാൻ 2 ഷോട്ട് എടുത്തു. അതിൽ പ്രേം നസീറിൻ്റെ ഞാൻ നസീറിൻ്റെ ഒരു ക്ലോസപ്പും ഒരു മിഡ് ഷോട്ടും എടുത്തിരുന്നു ആ പടത്തിൽ. ഞാൻ തന്നെ സ്റ്റാർട്ടും കട്ടൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അദ്ദേഹം പലേരിയിൽ നിന്നും വിളിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ പുളിശ്ശേരി എന്നൊക്കെയാണ് പറയാ. ഒരാൾ നമ്മളെ കൈ പിടിക്കും, നമ്മളെ കൈ പിടിച്ചിട്ട് ഒരു പാലം കടക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരാൾ 4-5 കൂടെ കടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ 1 മുതൽ 0 വരെ സിനിമ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ ഈ മോഹൻ സിത്താര, ജി വേണുഗോപാൽ, ഷാജിയുടെ കൂടെയുള്ള സമയങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുക. ഇതൊക്കെ കിട്ടിയില്ലേ? അപ്പൊ ഇതിനേക്കാളും വലിയ അത്ഭുതം നല്ല സിനിമ എന്നെ സമയത്താണ്. ഞാൻ ആ കഥ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓർമ്മിക്കുന്നത്, ഞാൻ ലാലിന് വായിച്ചു കൊടുക്കുന്നത് മഹാറാണി എഴുതിയിട്ടാണ്. ലാല് ഒരു കട്ടിലിൻ്റെ മുകളിൽ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഇരുന്നിട്ട് കട്ടിലിന് മുകളിൽ ഇരുന്നിട്ട് ലാലിങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് കേൾക്കുന്നത്. അത് ഞാൻ വായിച്ചതും ലാലിൻ്റെ ആ ത്രില്ല്, അപ്പോഴും ലാലില്ല അതിനകത്ത്. ത്രില്ല് ലാല് ഈ തലയണ എൻ്റെ നേരെ എറിഞ്ഞിട്ട് എന്നൊക്കെ ഒരു എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞ ജിജോൻ്റെ എനിക്ക് ഒരു ബന്ധം എന്ന് പറയുന്നതിനും വെറും ഒരു സൗഹൃദമല്ല അത്. അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് എന്ത് വേണം പറയാം മനുഷ്യനെ. എത്ര വേണം ദേഷ്യപ്പെടാൻ, ചീത്ത വിളിക്കാൻ, ദേഷ്യപ്പെടാൻ. സിനിമയിലേക്ക് എത്തുന്നത് നസീമ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ്. സിനിമ ശരിക്കും ഒരു ആഗ്രഹമായിട്ട് തന്നെ എത്തിച്ചേർന്നതാണ്? ആഗ്രഹമല്ല, അവിടേക്ക് എത്ര തോന്നിയിരുന്നു എനിക്ക്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എത്രയോ സിനിമകൾ ചാടി പോയിട്ട് ക്ലാസ് കട്ടിയിട്ട് പോയി കാണും. അപ്പം ഇതെങ്ങനെയാണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഈ മരത്തിലൊന്ന് കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ തുടങ്ങിയതും വന്നു. നസീമയുടെ തമാശ എന്താ വെച്ചാൽ, ഞാൻ രണ്ടാമത് നസീമ എഴുതുന്നതിന് മുമ്പായിട്ടുള്ള ആ പ്രൊഡ്യൂസറുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതുന്നത്. ആ പടം കംപ്ലീറ്റ് ആയില്ല. അദ്ദേഹത്തിന് ആ സിനിമ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4-5 സ്ക്രിപ്റ്റ് വേറെ എഴുതിയിരുന്നു. നിർമ്മൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കണ്ണൂർ മിനർവ സ്റ്റുഡിയോയുടെ ഉടമസ്ഥനായിരുന്നു. അസാധാരണമായ ഒരു സുഹൃത്തായിരുന്നു എൻ്റെ. ഇപ്പം അടുത്ത കാലത്താണ് നിർമ്മൽ പോയത്. ഒരു വർഷത്തോളമായി പോയിട്ട്. ഈ അവസാന സമയം വരെ എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ. നസീമ കഴിഞ്ഞിട്ട് നസീമക്ക് മുമ്പായിട്ട് ആ പടം ചെയ്തിട്ട് നസീമ ചെയ്തപ്പോൾ നസീമയ്ക്ക് വേണ്ടിയിട്ട് എന്നോട് പെട്ടെന്നൊരു ദിവസം എനിക്ക് കത്തെഴുതാണ് അദ്ദേഹം. ഞാൻ ഇത്രാം തീയതി കോഴിക്കോട് വരുന്നുണ്ട്, ഒന്ന് വരുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങും, കത്ത് തന്നാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നു. KSRTC അവിടെ ഈ കണ്ണൂരിൽ നിന്ന് ബസ് വന്നപ്പോൾ ഞാൻ രാവിലെ പോയി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി. ഏത് ബസ്സിലാണ് വരുന്നില്ല, ഇന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. ഇറങ്ങിയ ബസ്സിൽ നിന്ന് ആ ബസ് അതേപോലെ കണ്ണൂർ കോഴിക്കോടാണ് തിരിച്ചു പോകും അദ്ദേഹം. അപ്പോൾ കണ്ണൂർ അവിടെ ബസ് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാം, ഒരു കഥ കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് കഥയല്ല ഇങ്ങനെ കേട്ടിട്ട് ഒന്ന് സ്ക്രിപ്റ്റാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ ആയിത്തരാം. എന്നിട്ട് കീശയിൽ നിന്ന് 1000 രൂപ എടുത്തിട്ട് എനിക്ക് തന്നു.
100-ന്റെ 10 നോട്ട് കീശയിലിട്ട് വന്നു. അതാണ് എനിക്ക് ആദ്യം കിട്ടുന്ന പ്രതിഫലം സിനിമയിൽ. സിനിമയിൽ ആ പൈസ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു, അമ്മക്ക് കൊടുത്ത പൈസ. എന്നിട്ട് ബസ് കയറിയിട്ട് വേറെ ബസ് കയറിയിട്ട് പിറ്റേന്ന് കണ്ണൂരെത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി. അതാണ് നസീമ. നസീമയ്ക്ക് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇനി സിനിമ എടുക്കണ്ട പറഞ്ഞു. ആദ്യത്തെ സിനിമ അങ്ങനെയായി, 2ാം സിനിമ രക്ഷപ്പെട്ടു, ഇനി സിനിമ എടുക്കണ്ട. അപ്പോൾ അദ്ദേഹം ചോദിച്ചെന്നോട് എന്താ നിനക്ക് ചെയ്തൂടെ? അപ്പം അദ്ദേഹം താമസിക്കുന്ന സ്വന്തം വീട്ടിലല്ല. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു ആ പൈസ എടുത്തിട്ട് നിങ്ങളൊരു കണ്ണൂരാണ് ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു വീടൊക്കെ വെക്കാൻ നോക്കും. അപ്പോൾ അദ്ദേഹം ഒരു വീട് വെച്ചു. ആ വീട്ടിലേക്ക് ഞാനും സ്മിതയും കൂടെ കുറേ കാലത്തിന് ശേഷം ചെന്നു കാണാൻ. അദ്ദേഹം സ്മിതയും കൂട്ടി ഞാൻ പോയതാണ്. അപ്പം അദ്ദേഹം സ്മിതയോട് പറഞ്ഞു രഘു കാരണമാണ് ഈ വീട് നിൽക്കുന്നത്. സ്മിതക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ പിന്നെ സമ്മതിച്ചിട്ടില്ല അദ്ദേഹം സിനിമ എടുക്കാനോ. പക്ഷെ അദ്ദേഹം അസാധാരണമായ ഒരു സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എത്രയോ ഞാനവിടെ 4-5 കഥ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. വലിയ ഒരു ട്രെയിനിങ് ആയിരുന്നു എനിക്കത്, സെൽഫ് ട്രെയിനിങ് പോലെ. അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ജീവിതാനുഭവം. എനിക്ക് തോന്നുന്നത് ഇതിൽ അത്ഭുതം എന്നല്ല, കാരണം ഇതിലും മഹത്തായ അനുഭവങ്ങളിൽ എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് തന്നെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര്. ഇത് ഉണ്ടാവും ജീവിതത്തിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ അതിൻ്റെ ഒരു സുഖമുള്ളൂ. P.A. ബക്കറിനും പ്രേം നസീറിനും ഒപ്പം ചാരം. P.A. ബക്കറിൻ്റെയും പ്രേം നസീറിൻ്റെയും ചാരത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, P.A. ബക്കറെ ഞാൻ കാണുന്നതിന് മുമ്പ് എനിക്ക് മദ്രാസിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളായിരുന്നു പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമാട്ടോഗ്രാഫർ. പഴയ അദ്ദേഹം കൊച്ചിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയി താമസിക്കും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തമിഴ് പടങ്ങളിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, 2-3 പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ കാലം, പനിമലർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പനിമലർ ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ കുറേ തപ്പിയപ്പോഴേക്കും ഒരു പാട്ട് കിട്ടി, നല്ല പാട്ടാണ് അതൊക്കെ. അന്ന് അന്നത്തെ യൂണിറ്റിലൊക്കെ വല്ലാത്തൊരു അടുപ്പാണ്, ഭയങ്കര സ്നേഹവും സൗഹൃദവും. എനിക്ക് ഇന്നും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റും. ഇന്നത്തെ യങ്സ്റ്റേഴ്സൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പക്ഷെ അന്നത്തെ ഒരു വല്ലാത്തൊരു വേറൊരു ടൈപ്പ് അനുഭവങ്ങളാണ്. അപ്പോൾ ഒരു തവണ ഞാൻ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് മണ്ടത്തരങ്ങളാണ് പഠിക്കുന്നതൊക്കെ, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് മിച്ചൽ ക്യാമറയെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതൊക്കെ കാണുക ഉള്ളത്. അപ്പോഴാണ് ഹേമൻ എന്നോട് പറയുന്നത്, 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എവിടെയോ അന്വേഷിച്ചിട്ട്, കുറേ കോണ്ടാക്റ്റ് ഉണ്ട് അന്നൊക്കെ, ആരെങ്കിലും അങ്ങനെ പറയും ഹേമൻ അന്വേഷിച്ചിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഹേമൻ അന്വേഷിച്ച് പോയി. അപ്പോൾ ഹേമൻ എന്നോട് പറഞ്ഞു രഘുവിന് മിച്ചലിൽ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ഒരു വർക്ക് ചെയ്യണം, ഞാൻ പടം ചെയ്യുന്നുണ്ട്, അത് സാധിച്ചാൽ. അപ്പോൾ പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, രഘു ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന്. ഞാൻ എന്ത് സ്ക്രിപ്റ്റ് എഴുതുന്നു? അപ്പം പറഞ്ഞു P.A. ബക്കർ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിന് 2 ദിവസത്തേക്ക് സ്റ്റുഡിയോയിലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ സത്യ സ്റ്റുഡിയോയിലൊരു ഫ്ലോറ് സെറ്റ് ഇട്ടത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2 ദിവസത്തേക്ക് ഡേറ്റും കിട്ടിയിട്ടുണ്ട്. പ്രാനസീറിനെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ കഥ കയ്യിലുണ്ട് P.A. ബക്കറിൻ്റെ, പക്ഷെ സ്ക്രിപ്റ്റ് ഇല്ല. രഘു സ്ക്രിപ്റ്റ് എഴുതിയാൽ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ P.A. ബക്കറിനെ കണ്ടു. ബക്കർ എനിക്ക് ആ കഥ പറഞ്ഞു തന്നു. പക്ഷെ ആ കഥ പകുതി സിനിമയേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പുതിയ കഥ എഴുതിയിട്ട് വേണം സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കാൻ. കഥയുടെ ഒരു ഐഡിയ പറഞ്ഞു തന്നു, സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കണം. ഈ സെക്കൻഡ് ഹാഫിലെ എന്തെങ്കിലും സീന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ബക്കറിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ആ കഥക്ക് ഒരു കഥയുണ്ടാക്കി, സെക്കൻഡ് ഹാഫിനൊരു കഥയുണ്ടാക്കി 2 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സീക്വൻസ് ഉണ്ടാക്കി. എന്നിട്ട് സത്യ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങൾ പിറ്റേന്ന് പ്രൈം മിനിസ്റ്റർ വന്ന് ആ ഡേറ്റ് വെച്ചിട്ട് ആ എഴുതിയ സീൻ ഷൂട്ട് ചെയ്തു. 2 ദിവസം എടുക്കാനുള്ള ഷെഡ്യൂൾ ഒറ്റ ദിവസം കൊണ്ട് തീർത്തു. ആ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ടി മിച്ചലിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പം നസീർ ബക്കറിൻ്റെ ഏറ്റവും ഒരു ക്വാളിറ്റി, ഈ ദിവസം ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ഭയങ്കര സ്നേഹമാണ് എന്നോട് ആയിരുന്നു. ബക്കർ നിർബന്ധിച്ചിട്ട് ഞാൻ 2 ഷോട്ട് എടുത്തു അതിൽ പ്രേം നസീറിൻ്റെ. അങ്ങനെ പ്രേം നസീറും ഞാൻ നല്ല ബന്ധമായിരുന്നു. മിച്ചലിൻ്റെ ഷോട്ട് എടുക്കാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു പാരലക്സ് വ്യൂ എന്ന് പറയും, അതൊക്കെ ഈ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. ഞാൻ നസീറിൻ്റെ ഒരു ക്ലോസപ്പും ഒരു മിഡ് ഷോട്ടും എടുത്തിരുന്നു ആ പടത്തിൽ. ഞാൻ തന്നെ സ്റ്റാർട്ടും കട്ടൊക്കെ പറഞ്ഞുകൊണ്ട്
ബക്കർ നസീറിന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ. ആ കഴിഞ്ഞിട്ട് നസീർ രാത്രി എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഞാനും നസീറും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. കുറേ കാലം ഉണ്ടായിരുന്നു. എൻ്റെ 1 മുതൽ 0 വരെയൊക്കെ നസീർ കണ്ടിട്ടുണ്ട്, കുറേ സംസാരിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി വളരെ വളരെ ഇഷ്ടപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. എത്രയോ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. വല്ലാത്തൊരു മനുഷ്യനാണ്, അത്ഭുത മനുഷ്യനാണ്. ബക്കറെ പിന്നീട് എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് അദ്ദേഹത്തിന് കിട്ടിയൊരു പടം എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ചെയ്യാണ്. ഞാൻ ബക്കറിനോട് പറഞ്ഞു അത് വേണ്ട, നിങ്ങളുടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വല്ലാത്തൊരു സൗഹൃദമായിരുന്നു. എന്താ സൗഹൃദം. അതുപോലെ അതിന് കിട്ടിയ പ്രതിഫലം എനിക്ക് കിട്ടിയത് 250 രൂപ എങ്ങാണ്ടാണ്. അത് ബക്കർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അയാളുടെ കയ്യിലും പൈസ ഇല്ല, 150 രൂപ ഞാൻ ബക്കറിന് കൊടുത്തു, 100 രൂപ ഞാൻ കീശയിൽ വെച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് 100 രൂപ വലിയ എമൗണ്ടാണ്. ഒരാഴ്ചക്ക് പോകും സുഖമായിട്ട്. ഇന്നൊരു അരമണിക്കൂർ പോകില്ല. അതൊക്കെ ജീവിതം അങ്ങനെയൊക്കെയാണ് സനിത, രസമാണ്. മികച്ച 13 എഴുത്തുകാര് തിരക്കഥ എഴുതാൻ വിസമ്മതിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ തിരക്കഥാകൃത്തായി താങ്കൾ എത്തുന്നു. ഒരു 3D സിനിമ ആയതുകൊണ്ട് തന്നെ അതിലെ കഥാപാത്രങ്ങളുടെ നടത്തം പോലും ആ രീതിക്ക് അനുസരിച്ച് എഴുതണമല്ലോ. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എഴുത്തും ആ ഒരു എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു എന്നുള്ളതാണ് ആ ഒരു 3D കുട്ടിച്ചാത്തനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. കുട്ടിച്ചാത്തനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് 80-ല് മനോരമ നവോദയ ഒരു പരസ്യം കൊടുത്തിരുന്നു. അവർക്ക് പുതിയ ടാലൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ. അങ്ങനെ എന്തോ ഒരു പരസ്യം വന്നിരുന്നു. അത് മാതൃഭൂമി ഏതോ വീക്കിലിൽ പേപ്പറിൽ ന്യൂസായിട്ട് ചെറിയൊരു പരസ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ വെറുതെ കത്തയച്ചു, എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അന്ന് ഒഫീഷ്യലായിട്ടൊന്നും അല്ല എഴുതുന്നത്, ഒരു ഇല്ലെൻ്റെ അടുത്ത് എഴുതി എനിക്കും താല്പര്യമുണ്ട്, ഞാനും പോയിട്ട് അയച്ചു. 80-ലാണ് അയച്ചത്. ഒരു മറുപടി ഇല്ല. 80-ല് ഞാൻ ആ സമയത്ത് ഞാൻ പിന്നെ മദ്രാസിലേക്ക് പോയി. 82-ലാണ് തിരിച്ചു വരുന്നത്. 82-ല് തിരിച്ചു വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നവോദയ അപ്പോഴേക്കും അവരുടെ പടയോട്ടം എന്ന് പറഞ്ഞ സിനിമ തുടങ്ങി, 70mm. അതും കഴിഞ്ഞ് പടയോട്ടം റിലീസിങ്ങിന് മുമ്പായിട്ട് അവർ സിബി മലയിലിനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചു. നവോദയ സിബി മലയിൽ നവോദയയുടെ ജിജോയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പം അടുത്ത പടം സിബിക്ക് പടയോട്ടത്തിന് ശേഷമാണത് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിലേക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അവർക്ക് കിട്ടണം. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോഴാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ മൗനത്തിൻ്റെ ചിറകുകൾ എന്ന് പറഞ്ഞ ഒരു കഥ നോവലറ്റ് എഴുതിയിരുന്നു. അതാണ് പിന്നീട് നേരം പുലരുമ്പോൾ എന്നുള്ള സിനിമയായിരുന്നു. ഇത് 3 ലക്കായിട്ട് വന്നൊരു കഥയാണ്. അപ്പം ഈ കഥയുടെ വന്ന വീക്ക്ലികളിൽ ഏതോ ഒരു വീക്ക്ലിയിൽ ആ കാലത്ത് വന്ന ഫാസിലിൻ്റെ ഒരു സിനിമയെ പറ്റിയിട്ട് കോഴിക്കോടനോ സിനിക്കോ റിവ്യൂ എഴുതിയിരുന്നു. അത് അവനും വായിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഫാസിൽ ഈ 3 ഭാഗവും കഥയും വായിച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ടാവാം. അപ്പം ഇവരുടെ ഡിസ്കഷനിൽ ഇങ്ങനെ ജിജോ ഒരു റൈറ്ററെ കിട്ടാൻ നോക്കിയപ്പോൾ ഫാസിൽ ഇഷ്ടപ്പെട്ട ഫാസിൽ എൻ്റെ പേര് പറഞ്ഞു. അപ്പം ജിജോനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ജിജോ വല്ലാത്ത ഓർമ്മയാണ്. ജിജോ പെട്ടെന്ന് പറഞ്ഞു ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ജിജോ എൻ്റെ കഥയൊന്നും വായിച്ചിട്ടില്ല, ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഓർമ്മ. ജിജോ ഉടനെ ഓടി ചെന്നിട്ട് ഇവരുടെ പഴയ ഫയലൊക്കെ തപ്പിയപ്പോൾ ഈ പരസ്യത്തിന് അയച്ച കത്തുകളുടെ ശേഖരത്തിൽ നിന്ന് എൻ്റെ കത്ത് കിട്ടി. അപ്പൊ ജിജോ നോക്കുമ്പോൾ താല്പര്യം കാണിച്ചുകൊണ്ട് കത്തയച്ച മനുഷ്യനാണ് ഇയാളിപ്പോൾ എന്താ ജീവനോടുണ്ടോന്ന് അവൻ അറിയില്ല. അവനെന്ത് ചെയ്തു, ജിജോ ഒരു ഒഫീഷ്യൽ ലെറ്റർ ആയിട്ട് എനിക്കൊരു ടൈപ്പ് ചെയ്തിട്ട് ടെക്നിക്കൽ ഡയറക്ടർ എന്നുള്ള പേരൊക്കെ വെച്ച് നവോദയ എന്നുള്ള വലിയൊരു ലെറ്റർ പാഡിൽ നിങ്ങളുടെ പഴയ മുമ്പ് അയച്ച ഇത്രാം തീയതി അയച്ച ഇന്ന ദിവസം അയച്ച കത്തിൻ്റെ ഓർമ്മയുണ്ടോ, ഇംഗ്ലീഷിലാണ് എല്ലാം. ഞങ്ങൾ ഇപ്പോഴും താങ്കൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇതിലേക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരാണ് എഴുതുന്ന വാസ്തവത്തിൽ അയച്ചു. എനിക്ക് കിട്ടി കത്ത്. ഞാൻ തുറന്നു നോക്കുമ്പോൾ ഒരു കത്ത്, ടെക്നിക്കൽ ഡയറക്ടർ എന്നൊക്കെ വെച്ചിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കള്ളത്തരാണ്. ഇങ്ങനെ സംഭവം 2 കൊല്ലത്തിന് ശേഷമല്ലേ കിട്ടുന്നത്.
എനിക്ക് താല്പര്യമില്ല. അപ്പോഴേ ഞാൻ ഒരു ലെറ്റർ എടുത്തിട്ട് ഇന്നലെ എടുത്ത് പോലും യാതൊരു താല്പര്യവും ഇല്ല. അന്ന് എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചെന്നോ അതൊക്കെ ഞാൻ ഏതാണ്ട് പഠിച്ച് കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി അയച്ചു. താങ്ക് യു എന്നൊക്കെ 2 കൊല്ലത്തിന് ശേഷം മറുപടി അയച്ചതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ജിജോനോട് അന്ന് സാഷ്ടാംഗം സന്തോഷം പറഞ്ഞുകൊണ്ട് കത്തയച്ചു. അതിലൊരു സത്യസന്ധത ഞാൻ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ജിജോ അതിലും വലിയ വിളവനാണ്. ജിജോ എനിക്ക് മറുപടി അയച്ചു 4 പേജിൽ പ്രിയപ്പെട്ട രഘു എന്നൊക്കെ പറയുന്നത് താങ്ക് യു ഫോർ യു എന്ന ഇംഗ്ലീഷിലും മലയാളമൊക്കെ ആയിട്ട് എഴുതാൻ. ഇത്രയും തുറന്ന് എപ്പോൾ തന്നെ എഴുതിയ മറുപടിക്ക് ഭയങ്കര സന്തോഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജിജോ എന്നെ ക്ഷണിക്കുകയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ കഴിഞ്ഞ് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്ഷണിക്കും. അപ്പം ഞാൻ മറുപടി ഇങ്ങോട്ട് വരാനുള്ള പൈസ, അങ്ങോട്ട് പോകാനുള്ള പൈസ, ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് മറുപടി. താമസിക്കാൻ സ്ഥലം തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന്. അങ്ങനെ ഞാൻ പോയി. ഞാൻ സിബിക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഈ ജിജു തന്നെയാണ് കുറേ ദിവസങ്ങൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയാണ്ട് പറഞ്ഞു പോകുന്നത്. ഈ പേര് ഫാസിൽ പറഞ്ഞപ്പോൾ ഞാൻ ഈ പഴയ കത്ത് ഓർമ്മിപ്പിച്ചു. ടെക്നിക്കൽ ഡയറക്ടർ കൊണ്ടാണ് എഴുതിയത്. ഞാൻ നിങ്ങൾക്ക് അന്ന് എന്തുകൊണ്ട് നിങ്ങൾ എഴുതുന്നില്ല, ഇങ്ങനെ അറിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ എഴുതിക്കൂടാ. അപ്പം ജിജോ പറഞ്ഞു ഞാനിപ്പോൾ നിൻ്റെ അടുത്ത് പഠിക്കുകയാണ്. ജിജോക്ക് വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് ഞാനും ജിജോവും വളരെ അടുത്തു. സിബിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാണ്. പക്ഷെ സിബിൻ്റെ സ്ക്രിപ്റ്റ് നടന്നില്ല, ഷൂട്ട് ചെയ്താണ്. ആ സമയത്ത് തന്നെ ജിജോയുടെ മനസ്സിലുള്ള സംഗതിയാണ് ഈ 3D സിനിമ. കമൽഹാസൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നത്, ഒരു ഡ്വാർഫ് പോലത്തെ ഒരു ക്യാരക്ടർ. അങ്ങനെ കമൽഹാസനെ കുറിച്ച് അയാൾ ആലോചിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. എന്തൊക്കെയാണ് ജിജോയുടെ ഒരുപാട് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈസ് എ വെരി ഗുഡ് ടെക്നീഷ്യൻ. അപ്പം ഞാൻ ജിജോയോട് സംസാരിച്ചു, ഇൻവോൾവ് ആയി. ഞാൻ ഈ സിബിയുടെ സ്ക്രിപ്റ്റ് അല്ലേ, അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മലയാളത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ട് എഴുത്തുകാരുണ്ട്, അവരാരെങ്കിലും പിടിച്ചിട്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സബ്ജക്റ്റ് അല്ലേ അത് ഉണ്ടാക്കുക. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്ത ഒരാളാണ് പത്മരാജൻ. ഞാനാണ് പറഞ്ഞത് പത്മരാജൻ, MT വാസുദേവൻ, പലരെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ഈവൻ OV വിജയനെ പറ്റി വരെ പറയുന്നുണ്ട്. ജിജോ അധികമൊന്നും വായിച്ചിട്ടില്ല, ഇത്തരം സംഗതികളൊന്നും വായിച്ചില്ല. ജിജോ പക്ഷെ വൊറേഷ്യസ് റീഡറാണ്, ഇംഗ്ലീഷ് ബുക്സ് ആണ് കൂടുതലും. അപ്പം ജിജോ മാത്രമല്ല, ഞാൻ അന്ന് മ്യൂസിക് ഡയറക്ടറായിട്ട് ഇളയരാജനെ പറ്റി പറഞ്ഞു. ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് മാമാട്ടിക്കുട്ടിയമ്മ എന്താ പറയുക മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ഷൂട്ട് ചെയ്ത അശോക് കുമാറിനെ പറഞ്ഞു. ഇതൊക്കെ ജിജോന് വേറെ തരത്തിലുള്ള ലെവലിലാണ് ഞാൻ ഡിസ്കസ് ചെയ്തതെല്ലാം. പക്ഷേ ഇത് നടന്നു പോകുന്നതിനിടയിൽ കൂടെ സിബിയുടെ വർക്ക് മാറിപ്പോയി. എഴുതിയ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സ്ക്രിപ്റ്റിൽ വിട്ട് അവർ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമയിലേക്ക് കിടന്നു. മനസ്സിലായില്ലേ? സിബി ആ പടം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സിബി പുറത്തേക്ക് വന്നു. നവോദയ വിട്ടിട്ട് സിബി വേറെ വഴിക്ക് പോയി, ഞാനും വേറെ വഴിക്ക് പോയി. ഞാൻ ഈ പടം നടന്നില്ലല്ലോ, ഞാൻ എന്തൊക്കെയോ പടങ്ങളിലേക്ക് പോയി. ഇതിനിടയിൽ ഇവർ പത്മരാജനെ കോണ്ടാക്ട് ചെയ്യുന്നു. പത്മരാജൻ എന്താ തുടങ്ങുന്നു, പത്മരാജൻ അത് വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ കുറേ പേര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തൊന്നും ഞാനില്ല. എന്നോട് ജിജോ പറഞ്ഞത് രഘു എഴുതണ്ടെന്നാണ് പറഞ്ഞത്. രഘു സിബിയുടെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലേക്ക് വയ്ക്കാവുന്നു. പക്ഷേ എങ്ങും എത്തുന്നില്ല, ആർക്കും അത് തുടങ്ങാനോ അല്ല. കുറച്ച് കഴിയുമ്പോഴേക്കും 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം എനിക്ക് തോന്നുന്നു ഓർമ്മയിൽ പേര് പറയുന്നത് തെറ്റാണ്, ഞാൻ വേണ്ട പേര് പറയുന്നില്ല, പലരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജിജോ എൻ്റെ അടുത്ത് വരുന്നത്. വീണ്ടും എത്രയോ വർഷം, എനിക്ക് 1.5 കൊല്ലെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് വർഷം. ജിജോ കൊണ്ട് തുറന്ന് ചോദിക്കുന്നത് രഘു എഴുതുക. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറയുന്നത് എഴുതണ്ടോ. ഞാനില്ല, ഞാൻ അതിലേക്കില്ല. ഒന്നാമത് മറ്റേത് നടന്നിട്ടില്ല. അപ്പം പിന്നെ ജിജോ നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ചെറിയ ചെറിയ പടങ്ങളൊക്കെ ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ സമയം പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ജിജോ ഒരു പുതിയൊരു പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റിന് വേണ്ടി വന്നിട്ട് അതിൻ്റെ ഡിസ്കഷൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിലേക്ക് അപ്പച്ചനും ജിജോയും ജോസ് എന്ന് പറയുന്ന ജിജോൻ്റെ അനിയനും കൂടെ കടന്നു വരികയാണ്. ഇവരെ കണ്ടതും ഇവരൊക്കെ എഴുന്നേറ്റ് പോയി. ജിജോനോട് പറഞ്ഞു. ഞാൻ ജിജോയോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇതുവരെയായിട്ട് എത്ര പേര് എഴുതാൻ വേണ്ടി ശ്രമിച്ചു വെച്ചു. 13 പേരായിരുന്നു. അപ്പം ജിജോയോട് പറഞ്ഞു 14ാമത്തെ ഒരാളിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല.
15ാമത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് 14ാമത്തെ ഒരാളെ ഞാൻ നിൽക്കുന്നത്. അപ്പം ജിജോ പറഞ്ഞ ഇല്ല, അങ്ങനെയല്ല, ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ ജിജോയോട് നോക്കി കുറേ മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം മദ്രാസിലേക്ക് പോയി. അവിടെ രാവിലെ വന്നു. ഞാൻ അവിടെ നിന്ന് ഒരു കഥ ഉണ്ടാക്കി കൊടുത്തു. അവന് രാവിലെ 8 മണിക്ക് മറ്റേ തുടങ്ങി 2-2:30 മണിയാകുമ്പോഴേക്കും കഥ കഴിഞ്ഞു. കഥയാക്കി കൊടുത്തു ഒരു. അപ്പോൾ ജിജോന് ഭയങ്കര കോൺഫിഡൻസ് ആയി. എനിക്ക് എന്തോന്ന് തീർത്തു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി. അപ്പം ജിജോ അദ്ദേഹത്തിന് പപ്പയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ രഘു സമ്മതിച്ചിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. അപ്പം മാർച്ചിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റും വെച്ചു. ഡിസംബറിൽ ഷൂട്ടിങ് എങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ലാന്ന്. കാരണം അങ്ങനൊരു ഡെഡ് എൻഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറേ ഉണ്ട്. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ്. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, അത് അവൻ പലതും കാര്യമാക്കണ്ട, എന്നെ അദ്ദേഹം പലേരി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, അത് ചിലപ്പം പുളിശ്ശേരി എന്നൊക്കെയാണ് പറയാ. അപ്പം അദ്ദേഹം പറഞ്ഞു എന്നോട്, എപ്പോഴാണോ തീരുന്നത് അപ്പോഴേ നമ്മൾ ചെയ്യുള്ളൂ, ധൈര്യമായിട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്ക് കിട്ടിയാൽ മതി. അങ്ങനെയാണ് ചെയ്യുന്നത്. ചലഞ്ചിങ് ആയിരുന്നു, വളരെ ചലഞ്ചിങ് ആയിരുന്നു. സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് വളരെ വിഷമമായിരുന്നു. കഴിയുന്നത്ര അതിൻ്റെ ഒരു വേറൊരു പെർസ്പെക്റ്റീവിലാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയത്. ഞാനിങ്ങനെ ഓരോന്നുണ്ടാക്കും, ജിജോ തലക്ക് കൈയും കൊടുത്തിരിക്കുക, എടുക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം എല്ലാം തന്നെ അന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ടെക്നിക്കൽ ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. എല്ലാം ക്യാമറയ്ക്ക് മുൻപിൽ ഉണ്ടാക്കണം, വേറെ സ്പെഷ്യൽ എഫക്ട്സ് ഒന്നും നടക്കില്ല. അന്നത്തെ ഫിലിം ടെക്നോളജിയിൽ അന്ന് ഈ 3D നടക്കില്ല. അന്നത്തെ ഞങ്ങളുടെ ലിമിറ്റേഷൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ 2 ലെൻസും വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. 2 ലെൻസ്. അശോക് ജിയാണ് ക്യാമറാമാൻ. ഞങ്ങൾ അന്ന് ആരെയൊക്കെ ഞാൻ ആവശ്യപ്പെട്ടോ പറഞ്ഞ അവരൊക്കെ ഉണ്ടായി. ഇളരാജ ഉണ്ടായി, അശോക് കുമാർ ഉണ്ടായി. ഷോട്ട് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ ദിവസം ഒരു ഷോട്ടൊക്കെ എടുത്തത്, സെക്കൻഡ് 2 ഷോട്ടൊന്നും ഇല്ല. അങ്ങനെ എത്രയോ ദിവസങ്ങൾ ഒരു ഷോട്ടൊക്കെ പോവുള്ളൂ. പിന്നെ അതിൽ എക്സ്പെർട്ടൈസ് ആയി ഞങ്ങളെല്ലാവരും. പക്ഷേ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. അസാധ്യ ഫോട്ടോഗ്രാഫി ആയിരുന്നു ടെക്നിക്കൽ സൈഡിൽ. ഇന്നും ഞാൻ ആ ഡെപ്ത് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു 3D എഫക്റ്റ് കിട്ടുന്ന ഒരു പടം ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. വളരെ അപൂർവമായിട്ട് അവതാർ 2 ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെയും കുറച്ച് ഞാൻ പിന്നീട് കണ്ട 3D ഒന്നും എനിക്ക് കിട്ടിയില്ല. അശോക് കുമാറിന്റെ ഫോട്ടോഗ്രാഫി, ആ ലൈറ്റിംഗ്, കോമ്പോസിഷൻ എല്ലാം തന്നെ ഭയങ്കര സിൽക്കി സ്റ്റോണാണ് അത് നടുവിൽ. അത് നമുക്ക് ആ ഡെപ്ത് ഫീൽ ചെയ്യും. 3Dന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ, പ്രോപ്പർ അല്ല അതിൻ്റെ ടേക്കിങ്. ഭയങ്കര തലവേദന വരും. അത് ലൈറ്റ്, പ്രൊജക്ടറിൻ്റെ ലൈറ്റ് ഒരേപോലെ സൂക്ഷിക്കണം. 80 ഡിഗ്രി ആംബിയറിൽ അങ്ങനെന്താണ് വേണ്ടത്, അത് വേണം. എന്നാലേ അല്ലെങ്കിൽ ഇരുട്ട് വീഴും പ്രൊജക്ടർ, സ്ക്രീനിൽ. ഇപ്പം ഡിജിറ്റലിൽ അത് വേറെയാണ്. ഡിജിറ്റൽ 3D എന്ന് പറയുന്നത് വേറൊരു മൂഡാണ്. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഡിജിറ്റൽ പ്രൊജക്ഷനിൽ നല്ല ഒരു അസാധ്യ 3D എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് ബൊറോസാണ്. ബൊറോസിൻ്റെ ചില പോർഷൻസ് ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് 3D എഫക്റ്റ്. പടത്തിൻ്റെ ടോട്ടാലിറ്റിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ടെക്നിക്കലി അതൊരു നല്ല വർക്കാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ തന്നെ മറ്റു ഭാഷകളിലൊക്കെ അതിനൊരു ആമുഖം കൊടുത്തത് ആ ഭാഷകളിലെ തന്നെ പ്രധാന താരങ്ങളായിരുന്നു അല്ലേ? ഹിന്ദിയിൽ വന്നപ്പോ അമിതാഭ് ബച്ചൻ, തമിഴില് കമലഹാസൻ, അങ്ങനെ പിന്നെ തമിഴില് രജനീകാന്ത് അല്ലേ, തെലുങ്കില് ചിരഞ്ജീവി, മലയാളത്തിൽ നസീർ. അത് സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി തന്നെ ചെയ്തത്. അതെ അതെ, അത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. 3D ആദ്യമായിട്ടാണ് വരുന്നത്. പബ്ലിക്കിന് എങ്ങനെയാണെന്ന് അറിയില്ല. ഈവൻ 3D എങ്ങനെ സക്സസ് ആകുമെന്ന് പോലും നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇത്രയേറെ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നൊന്നും അറിയില്ല. കാരണം അതിന് ടെക്നിക്കൽ ഫെയിലർ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം. ടെക്നിക്കൽ ഫസ്റ്റ് ഡേ തന്നെ എപ്പോഴും നെഗറ്റിവിറ്റി ആണല്ലോ ആദ്യം നോക്കുക ആൾക്കാർ. അപ്പം ഇപ്പോഴും അതില്ല. പണ്ട് എങ്ങനെ വെച്ചാൽ പണ്ട് സിനിമയുടെ അകത്ത് എൻ്റെ അനുഭവത്തിലും എൻ്റെ ഒരു ഒബ്സർവേഷനിലും നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഈവൻ ഒരു പ്രൊഡ്യൂസർ പോലും ഒരു പടം സക്സസ് ആയാൽ അദ്ദേഹം ഉപയോഗിച്ച മെത്തഡ് എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലോസ് ആയിട്ടുള്ള മറ്റു പലരോടും പറഞ്ഞു കൊടുക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യും. ഞാൻ ഇങ്ങനെയാണ് ആലോചിച്ചത്, അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ അവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അപ്പം അന്ന് 3D എങ്ങനെയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതല്ല. അപ്പം അതിന് കഴിയുന്നത്ര അത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർട്ടിസ്റ്റിനൊക്കെ വെച്ചത്. അത് അപ്പച്ചൻ്റെ ഒരു നവോദയ അപ്പച്ചൻ്റെ ഒരു അസാധാരണ വൈഭവം തന്നെയാണ്.
അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതൊക്കെ അദ്ദേഹമാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നസീർ പറയാണ് ഇങ്ങനെ കണ്ണട വെക്കാൻ. അങ്ങനെ ആ സിനിമ തുടങ്ങാൻ പോകുന്ന സമയത്താണ് അയാൾ കണ്ണട വെക്കുന്നത്. അപ്പോൾ ഓഡിയൻസും കണ്ണട വെക്കുകയാണ്. അല്ലെങ്കിൽ ഇത് എവിടെയാ തുടങ്ങുക, എപ്പോഴാ തുടങ്ങുക, കുട്ടികളെ പഠിപ്പിക്കുന്നത് സ്പൂൺ ഫീഡിങ് ആയിരുന്നു. അതും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തത്. പിന്നെ ഈ എപ്പോഴും നെഗറ്റിവിറ്റി വരുമല്ലോ, ആന്റി ആയിട്ടുള്ള ആൾക്കാർ പറയുമല്ലോ. അപ്പം ഈ ഞാൻ ഉപയോഗിച്ച കണ്ണട നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം പിടിക്കും എന്ന് പറയുമ്പോഴാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ സ്റ്റെറിലൈസേഷനൊക്കെ ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചത്. കാരണം കണ്ണട തിരിച്ചു കൊടുക്കണം. ഈ കണ്ണടയുടെ പോളറൈസ്ഡ് ഫിലിമാണ്. അത് കൊണ്ടുവരാൻ ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാണ് കുറെ ഫിലിം കൊണ്ടുവന്നത്. അതെ, ആ കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മളിത് എങ്ങനെയാ സംഭവിക്കാന്നല്ല. ഈ പോളറൈസർ ഫിലിം കുറെ കഴിയുമ്പം അതിൻ്റെ പോളറൈസേഷൻ പോകും. എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിച്ച കണ്ണട ഇപ്പോഴും ഉണ്ട്. ആ ഷൂട്ടിംഗ് സമയത്ത് ഉപയോഗിച്ച സ്പെക്സ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒന്നും കാണില്ല, അത് വെറും പ്ലാസ്റ്റിക്. ഇത്രയും ഒരു മികച്ച സിനിമ തന്നിട്ട് പിന്നെ ജിജോ പുന്നൂസ് എവിടെ പോയി എന്നുള്ളത്? ജിജോ പുന്നൂസ് എവിടെയും പോയിട്ടില്ല. അവൻ്റെതായ ലോകത്ത് വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പിന്നെ ജിജോന് അങ്ങനെ ഒരു വെറുതെ ഒരു സിനിമ എടുക്കാൻ താല്പര്യമില്ല, ഉണ്ടായിരുന്നില്ല അന്ന്. എനിക്കറിയാം ജിജോ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവന് ത്രില്ല് വേണം. ആ ത്രില്ല് ഒരേക്ക് വന്നിട്ടില്ല അവൻ, അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു ഐമാക്സ് പടമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതൊന്നും നടക്കുന്ന കാര്യമല്ല പെട്ടെന്നൊന്നും. പക്ഷെ അവന്റെ ചിന്തകൾ അങ്ങനെയൊക്കെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പ്രണയ സിനിമകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്ന് മുതൽ 0 വരെ, അടുത്തത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അതുവരെ നമ്മൾ കണ്ട ഒരു പ്രണയ കാഴ്ചയെ അല്ലെങ്കിൽ സിനിമാ കാഴ്ചയെ മാറ്റുകയായിരുന്നു ആദ്യ സംവിധാനത്തിലൂടെ. എനിക്ക് തോന്നുന്നു 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ ഒരുവിധം എല്ലാ പേരും പുതുമുഖങ്ങൾ തന്നെ ആയിരുന്നു താനും, അല്ലേ? എല്ലാവർക്കും അവാർഡും കിട്ടിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് പറയാതെ പോവാൻ പറ്റില്ല, കാരണം റിപ്പീറ്റ് ആണ്, അറിയാം. എനിക്ക് ഞാൻ പറഞ്ഞല്ലേ 1 മുതൽ 0 വരെ സിനിമ അങ്ങനെ ആ സിനിമ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന്. അതൊരു കഥയായിരുന്നല്ലോ, അല്ലെ? അതെ, ആകാശത്തെക്കുറിച്ച് ജാലകം എന്ന കഥയാണത്. ആ കഥയാണ് ഞാൻ സിനിമയാക്കിയത്. ആ നോവല് സിനിമയാക്കും, ആ നോവലേറ്റ് സിനിമ തിരക്കഥയാക്കുമ്പോൾ അതിന്റെ വേറൊരു തലത്തിലേക്ക് അത് പോയത്. നോവലേറ്റിൽ ഈ ടെലിഫോൺ അങ്കിൾ എന്ന് പറഞ്ഞ ആള് വരുന്നില്ല ക്യാരക്ടറായിട്ട്. അവരുടെ ലൈഫിലേക്ക് അവരെ കാണുന്നില്ല, അവർ നേരിട്ട് കാണുന്നില്ല. കാണുന്നതിന് മുമ്പായിട്ടാണ് ആ കഥ തീരുന്നത്. അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ള സൂചന കിട്ടിയിട്ടാണ് കഥ തീരുന്നത്. സിനിമയിൽ ഞാനത് അവിടെ കൊണ്ടുവന്നു. കാരണം പ്രേക്ഷകര് അത് വന്നു, അദ്ദേഹം വന്നു, അത് അങ്ങനെ വന്നതാണ്. ഞാൻ ആ കഥ സ്ക്രിപ്റ്റ് ഇപ്പോഴും ഓർമ്മിക്കുന്നത്, ഞാൻ ലാലിന് വായിച്ചു കൊടുക്കുന്നത് മഹാറാണി ഇരുന്നിട്ടാണ്. ലാല് ഒരു കട്ടിലിന്റെ മുകളിൽ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്നിട്ട് കട്ടിലിന് മുകളിൽ ഇരുന്നിട്ട് ലാലിങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ ലാലിന്റെ ക്യാരക്ടർ വരുന്നത് ലാസ്റ്റിലാണ്, അവസാനത്തെ 20 മിനിറ്റിലാണ് ലാല് വരുന്നത്. പക്ഷെ അതുവരെ ആദ്യത്തെ സീൻ മുതൽ ഇങ്ങനെ വായിച്ച് വരുമ്പോൾ ലാല് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ എവിടെയോ വെച്ചിട്ട്, ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ മോള് ഈ ലാസ്റ്റില് ഈ അങ്കിൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്കിളിന് വേണ്ടി വേഷമൊക്കെ കെട്ടി കാത്തിരിക്കുന്ന സമയത്ത് അവള് വെറുതെ ഈ ഫോൺ കറക്കും. അപ്പൊ എവിടെയോ റിങ് ചെയ്യും. അപ്പൊ ഇവിടെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് അവിടുന്ന് വാങ്ങിയിട്ട് അവളും കേൾക്കുന്നുണ്ട്. അപ്പൊ റിങ് അടിക്കുന്നേ ഉള്ളൂ, ആരും എടുക്കുന്നില്ല. അപ്പൊ ആ സീൻ ഞാൻ വായിച്ച് ആൾ കട്ട് ചെയ്യുമ്പോൾ അടുത്ത സീൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ കട്ടാവുന്നത് ഇയാളുടെ വീട്ടിലാണ്. അവിടെ എംറ്റി, ആരുമില്ല. അത് ഞാൻ വായിച്ചതും ലാലിന്റെ ആ ത്രില്ല്, അപ്പോഴും ലാലില്ല അതിനകത്ത്. ത്രില്ല് ലാല് ഈ തലയണ എൻ്റെ നേരെ എറിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഇൻവോൾവ് ആണ് ലാൽ, അത്ര ഇതായിട്ടാണ്. അതിന് ശേഷമാണ് ലാല് വരുന്നത് സീനൊക്കെ. പൊതുവെ സിനിമകളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം, അല്ലാന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനൊരു വീണ്ടും തിരുത്താത്ത സീൻ, അധികം തിരുത്താത്ത, പിന്നെ എനിക്ക് മാറ്റം തോന്നാത്ത തിരക്കഥയാണ്, സീക്വൻസ് ഒക്കെ അങ്ങനെയാണ്. പിന്നീട് 20 മിനിറ്റ് നേരം ഞാൻ ഒരൊറ്റ അടിക്ക് ഇങ്ങനെ എഴുതിപ്പോയതാണ്.
അതുപോലെ അതിന് ഡബ്ബിങ് സമയത്ത് എല്ലാം ഞാൻ വളരെയേറെ ലാൽ എന്നോട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കോപ്പറേറ്റ് ആകെ 3 ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ. അതെ. പ്രതാപോത്തൻ, ലാല്, പിന്നെ ആശ ഗീതു. ജയറാം, ഗീതു മോഹൻദാസ്. മോള് അതുപോലെ ഈ മോള് ഗീതു എന്ന് പറയുന്ന ഈ മോള് അവൾക്ക് 3.5 വയസ്സോ 4 വയസ്സോ മറ്റാണ്. 3.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തൊരു എക്സ്പ്രസീവ് ആയിരുന്നു ഇത്. അവളെനിക്ക് തോന്നിയത് അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും നല്ല ടെക്നീഷ്യൻ അവളാണ്. എന്ന് വെച്ചാൽ അവള് എത്ര വേഗം അതൊക്കെ ഉൾക്കൊള്ളുന്നു അറിയാം. ഒരു മോൾക്ക് 3.5 വയസ്സ് കുട്ടിക്ക് ഒരു അച്ഛൻ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റുന്നു? അപ്പൊ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഇമോഷൻസിനൊക്കെ ശരിക്കും ഹൈ മെച്യൂർഡ് ലെവൽ തന്നെയാണ്. ഞാൻ അവളോട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ അവളെ ഹൈറ്റിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുക. അപ്പൊ അവളുടെ കണ്ണിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ കാണണം. ഞാൻ മറക്കില്ല അത്. അന്നേ ഞാൻ ജിജോട് പറഞ്ഞിട്ട് ഇവള് ഭാവിയിൽ നല്ലൊരു ടെക്നീഷ്യൻ ആവും, നല്ല അസാധാരണമായ ഒബ്സർവേഷൻ അവൾക്ക്. അവള് അവാർഡൊക്കെ വാങ്ങിയില്ലേ, അവള് ഡയറക്ടർ ആയില്ലേ. പിന്നെയുണ്ട് അതിന്റെ കൗതുകങ്ങൾ ഒരുപാട്. ഇനി ഈവൻ ഞാൻ അന്നൊക്കെ ഈ ആശാ ജയറാമിന് പോലും ലാസ്റ്റ് ഷോട്ട് കുറെ 10 ദിവസം കഴിഞ്ഞിട്ട് ഷോട്ട് എടുക്കുമ്പോഴും കറക്റ്റ് പൊസിഷൻ ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഈ മോള് 2-3 ഷോട്ട് കഴിയുമ്പോൾ കറക്റ്റ് പൊസിഷനിലൊക്കെ വന്ന് നിൽക്കും. അത് ഞാൻ മോശം കമ്പയർ ചെയ്യല്ല ചെയ്യുന്നത്, ഒബ്സർവേഷൻ. തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു ആ മോള് എന്നുള്ളത്? അത് ആ കുട്ടീനെ എനിക്ക് കിട്ടിയത്, മോളെ ഞാൻ 1-2 കുട്ടികളൊക്കെ നോക്കിയത് എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല എനിക്ക് അങ്ങനെ എൻ്റെ ക്യാരക്ടറിന് പറ്റുന്ന അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന TK രാജീവ് കുമാറിന്റെ ഫ്രണ്ടാണ് മോഹൻദാസ്. അപ്പൊ മോഹൻദാസിനൊരു മോളുണ്ടെന്ന് എന്നോട് പറഞ്ഞു, ജിജോട് പറഞ്ഞു. അപ്പൊ ആ മോളെ കാണാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവളെ കാണുന്നത് എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ അവിടെ വീട്ടിന്റെ മുമ്പിൽ റോഡ് സൈഡിലൊരു കാറിന്റെ മുകളിൽ ബോണറ്റിന്റെ മുകളിൽ ഇരിക്കുന്നതാണ്. ഞങ്ങളെ കണ്ടു 2 മിനിറ്റ് കണ്ടു നിൽക്കണം. എനിക്ക് അപ്പോഴേക്കും ഞാൻ ആ കുട്ടിയെ സ്വീകരിച്ചു ആ മോളെ. എന്ത് രസമായിരുന്നു അല്ലേ. എനിക്ക് ഓർമ്മ വരുന്നൊരു സീൻ ഏതാന്ന് വെച്ചാൽ വരുന്നു എന്ന് പറയുമ്പോഴേ ആ ടൈമൊക്കെ ചോദിച്ചിട്ട് ഓടി വരുന്ന ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ ഫേസിന്റെ, അസാധ്യ സീനായിരുന്നു അത്. ആ സിനിമയില് ശരിക്കും ഫോണും ഫോണിന്റെ റിംഗ് ടോണും എല്ലാം അഭിനയിക്കായിരുന്നു അല്ലെ, എല്ലാം കഥാപാത്രങ്ങളായിരുന്നു. ആ ഫോൺ എനിക്ക് വാങ്ങി തന്നത് ജിജോ ആണ്. ജിജോ സിംഗപ്പൂര് പോയിരുന്നു അതിനിടക്ക്. തിരിച്ചു വരുമ്പോ എനിക്കൊരു ഫോൺ കൊണ്ടുവന്നതാണ് ഈ ഷൂട്ടിങ്ങിന്. ആദ്യം ആ ഫോൺ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം തോന്നിയിരുന്നു. പക്ഷെ പെട്ടെന്ന് പിന്നീട് എനിക്ക് തോന്നി അത് മതിയെന്ന്. ജിജോയുടെ അതാണ് അങ്ങനെ കാരണം ആ ജിജോ നമ്മളൊരു കാര്യം പറയുമ്പം, ഞാനൊരു കാര്യം പറഞ്ഞു, ജിജോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ജിജോ ഉൾക്കൊണ്ടു. ജിജോ കണ്ടത് വേറൊരു ചെറിയൊരു ഡിഫറൻസ് ജിജോ കണ്ടു. അത് ആ ഡിഫറൻസ് പെട്ടെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു സെക്കൻഡ് കുറച്ച് നേരത്തേക്ക്. പിന്നെ ഞാനത് ഇട്ടപ്പോഴേ പിന്നെ എനിക്കതൊരു ക്യാരക്ടറായിട്ട് മാറി. ഞാൻ അതിനെ ക്യാരക്ടറായിട്ടാണ് കൺസീവ് ചെയ്തത്. അതിനെ ഇങ്ങനെയും ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു ആ ഫോണിന് ഇപ്പോഴും ആ ഫോൺ വല്ലാത്തൊരു ഫോണാണ്. അത് ജിജോന്റെ ഒരു പ്രസന്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ. എനിക്ക് അതൊക്കെയാണ് ഇത് എനിക്ക് ഞാൻ അത്ര ഇൻവോൾവ് ആയൊരു ഫിലിം ഇല്ല വാസ്തവത്തിൽ. കാരണം അതിന് ശേഷം എന്താ ഞാൻ ചിന്തിച്ചിട്ടില്ല. അതെൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിരുന്നു ആ 1 മുതൽ 0 സിനിമ. ഡയറക്ടോറിയൽ വെഞ്ചറിൽ എൻ്റെ അവിടെ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ എത്തി. പിന്നെ എന്തെന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല എനിക്ക്. രണ്ടാമതൊരു സിനിമ എന്നുള്ളത് ഇല്ല എൻ്റെ മനസ്സിൽ. അതായിരുന്നു വാസ്തവത്തിൽ. അപ്പം നമ്മൾ അത് തീർത്തു എന്നുള്ളതാണ്, തീർന്നു. പിന്നെ അതിനെ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്തത് ജിജോ തന്നെയാണ് എൻ്റെ അടുത്ത്. അതൊക്കെ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞു, ജിജോന്റെ എനിക്ക് ഒരു ബന്ധം എന്ന് പറയുന്നതിനും വെറും ഒരു സൗഹൃദം അല്ല അത്. അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് എന്ത് വേണം പറയാം മനുഷ്യരെ. എത്ര വേണം ദേഷ്യപ്പെടാൻ, ചീത്ത വിളിക്കാൻ, ദേഷ്യപ്പെടാൻ. ആശ എന്നുള്ളതും അങ്ങനെ തെരഞ്ഞെടുത്തത് അതെ, എല്ലാം എനിക്ക് ഞങ്ങൾ ഓരോരുത്തരെ കണ്ടുവെച്ചത്. എനിക്ക് അത് ഈ മോളെ കിട്ടിയത് TK രാജീവ് കുമാറിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അതിന്റെ മുകളിൽ. ആശ ജയറാമിന്റെ എങ്ങനെയാണ് വന്നെനിക്കല്ല. ഇങ്ങനെ എനിക്ക് ജിജോ പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ ഒരു പെൺകുട്ടിയുണ്ട്, പോയി കാണാറ്. ഞാനും ജിജോയും നവോദയ അപ്പച്ചൻ, അത് ഞാൻ പപ്പ എന്നാണ് വിളിക്കുക അദ്ദേഹത്തിന്, ജിജോ വിളിക്കുന്ന പപ്പ എന്നാണ്. അതിനും കൂടി പോയി കണ്ടു, അവരെ കണ്ടു, സംസാരിച്ചു, മനസ്സിലായി. പക്ഷെ അതിന് മുമ്പ് ഞാൻ വേറെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അന്നത്തെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ നവോദയത്തിൽ തന്നെ ഷൂട്ടിങ് ചെയ്യുന്നുണ്ട്, ഒരു തെലുങ്ക് പടം. അപ്പം എന്നോട് ജോസോമ്പുറം നിങ്ങളുടെ നായികയുണ്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നത്, വേണം കാണാമെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്തോ അതൊന്നല്ല വേണ്ടെന്ന് തോന്നി. ഞാൻ മനസ്സിൽ വരുന്നതല്ലേ. പക്ഷെ ആ അമ്മയും മോളും തന്നെ പെർഫെക്റ്റ് എന്നുള്ളതാണ്.
ആഷ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വലങ്കയായിട്ട് നിന്ന ഒരാളാണ് ഷാജിയൻ കരുൺ. അതിലെനിക്ക് വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്, സാധാരണ ഈ ദുഃഖവും വിരഹവും ഒക്കെ കാണിക്കുമ്പം നമ്മളൊരു ഇരുണ്ട ലൈറ്റാണല്ലോ കൊടുക്കുക, അപ്പോഴാണ് അത് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോന്നല. പക്ഷെ ഇതിൽ വെളിച്ചം, തെളിഞ്ഞ വെളിച്ചം തന്നെയായിരുന്നു, എന്നിട്ടും അത് ഫീൽ ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതാണ്. അവിടെയാണ് ഷാജിയൻ കരുണിന്റെ എസ്പെഷ്യലി ഇന്റീരിയർ ലൈറ്റിംഗ് അസാധ്യമായിരുന്നു. അതെ, അസാധ്യം. എനിക്ക് തോന്നുന്നു ഷാജി അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ലൈറ്റിങ്ങിന് മുമ്പ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ട പടങ്ങളിൽ ഷാജിയുടെ വർക്ക് അസാധ്യ വർക്കാണ്. ഒരു ദിവസം കണ്ട് പിന്നെ അതിൽ രാമേന്ദ്ര ബാബുവും കുറച്ച് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ പാച്ച് വർക്ക് പോലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഷാജി എടുത്ത ശേഷം 2 ദിവസം ഷാജി ലീവായപ്പോൾ ഷാജിയോട് ഞാൻ പറഞ്ഞു, ഷാജിയോട് ചോദിച്ചു വേറെ ആരും വെക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഷാജി രാമേന്ദ്ര ബാബുവിനെ സജസ്റ്റ് ചെയ്തു. ഞാൻ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ബാബുവേട്ടൻ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 പേരും ഇപ്പം ഇല്ല, ഷാജി ഇല്ല, ബാബുവേട്ടനും ഇല്ല, 2 പേരും പോയി. ചില നമുക്ക് കിട്ടുന്ന ഒരു അവസരം, അല്ലെങ്കിൽ ജീവിതത്തിൽ കിട്ടുന്ന അവസരത്തിൽ കഴിയുന്നത്ര ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരെയൊക്കെ ചെറുത്ത് പിടിക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. എൻ്റെ ആഗ്രഹമായിരുന്നു ഷാജിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളത്. അതെനിക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാജിക്ക് ഞാൻ 3 സ്ക്രിപ്റ്റ് ഞാൻ പിന്നെ എഴുതി കൊടുത്തത്. പിറവിയും, സ്വമ്മും, വാനപ്രസ്ഥം. അത് 3 എൻ്റെ ഷാജിക്കുള്ള ദക്ഷിണയാണ്. ആദ്യ സിനിമ, അതിലൊക്കെ ഈ പുതുമുഖങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യുമ്പോഴേ ആശങ്ക ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, ഞാൻ ആലോചിച്ചു ഇത്രയേ ഉള്ളൂ, കഴിയുന്നത്ര പേരെ കിട്ടുമെന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. ഈവൻ ടെക്നീഷ്യൻസ് പോലും ഞാൻ കൊണ്ടുവന്ന് ആഗ്രഹമായിരുന്നത്. ഒരാൾ നമ്മളെ കൈ പിടിക്കുന്നു, നമ്മളെ കൈ പിടിച്ചിട്ട് ഒരു പാലം കടക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരാൾ 4-5 കൂടെ കടന്നോട്ടെ എന്ന് ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഒരു നല്ല പാട്ടുകാരിയെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മെയിൽ സിംഗറെ കിട്ടി, പക്ഷെ ഫീമെയിൽ സിംഗറെ എനിക്ക് കിട്ടിയില്ല. മ്യൂസിക് ഡയറക്ടറെ നോക്കി കുറേ പേരെ നോക്കിയിട്ട് അവസാനമാണ് ഞാൻ മോഹൻ സിത്താരയെ ഫിക്സ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിരുന്നു. പാട്ട് എഴുതാൻ വേണ്ടി ഞാൻ ആരും നോക്കിയില്ല, എനിക്ക് ONV തന്നെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ONV സാറിന്റെ മാഷിന്റെ എൻ്റെ കോളേജിലെ ആർട്സ് കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം, പക്ഷെ എനിക്ക് ക്ലാസ് ഇല്ല. അദ്ദേഹം മലയാള ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടായിരുന്നു വന്നതെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂമിൽ അദ്ദേഹത്തിന് അടുത്ത്, ആ ക്ലാസ് നടക്കുന്നതിൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കേണ്ട, ശബ്ദം കേട്ടിട്ട് ആ പറഞ്ഞു കൊടുക്കുന്ന രീതിയെ കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹം എൻ്റെ പാട്ട് എഴുതാൻ വന്നു. ആ ദിവസങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഇതാണ്. ഞാൻ ഒരു പടം ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ തീർക്കുന്ന സിനിമയുടെ ഒപ്പം തന്നെ എനിക്ക് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരുപാട് മൊമെന്റ്സ് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു മഹാഭാഗ്യമാണത്. ഇപ്പൊ 1 മുതൽ 0 വരെ സിനിമ മറ്റുള്ളവർ പറയുമ്പം ഞാൻ ഈ മോഹൻ സിത്താര, ജി വേണുഗോപാൽ, ഷാജിയുടെ കൂടെയുള്ള സമയങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുക. ഇതൊക്കെ കിട്ടിയില്ലേ? അപ്പൊ ഇതിനേക്കാളും വലിയ അത്ഭുതമൊന്നുമല്ല സിനിമ എന്നെ സമയത്തോളം. ഷാജിയുടെ കൂടെയൊക്കെ കുറേ ദിവസം ഫോട്ടോഗ്രാഫി സംസാരിച്ചുകൊണ്ടും ഷോട്ട് എടുത്തുകൊണ്ടും ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ. ഷാജി അതെങ്ങനെ കാണുന്നു ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഞാൻ എങ്ങനെ ആസ്വദിക്കുന്നു എന്നല്ലേ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യം. അതുപോലെ മോഹൻ സിത്താര 19 പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് നിന്നിട്ട് സരിഗമ പാടിക്കൊണ്ട്. അവസാനം ഞാനൊരു 2 പാട്ട് സെലക്ട് ചെയ്യുകയും ജിജോയോട് അദ്ദേഹമാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നൊന്നും അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ ഒന്നും പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ജിജോ എന്നോട് പറഞ്ഞത് രഘു പറയുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനല്ല പറയാം, നിങ്ങൾ പറയണം, ജിജോ പറയണം. അപ്പം ജിജോ പറഞ്ഞു കഴിഞ്ഞ രഘു ഈ പാട്ട് നന്നായിട്ടുണ്ട്, മോഹൻ ആണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പം മോഹൻ്റെ മുഖത്തുണ്ടായ ആ എക്സ്പ്രഷൻസൊക്കെ ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പം എൻ്റെ സിനിമയ്ക്ക് മുകളിലാണ് ആ എക്സ്പ്രഷൻസ്. ഞാൻ മാത്രം ആസ്വദിക്കുന്ന ഒരു സിനിമ അനുഭവമല്ല അത്. ഇത് മോഹനും അറിയില്ല, മോഹനും കാണുന്നില്ല, പക്ഷെ ഞാനെന്ത് കാണുന്നു എന്നുള്ളത് എനിക്കറിയാം.